പുലർച്ചെ 5 മണിക്ക് ജോധ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഞങ്ങൾ ജയ്പൂരിലേക്ക് യാത്ര ആരംഭിച്ചു. ഭഗത് കി കോട്ടി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇൻഡോർ ജംഗ്ഷൻ വരെ പോകുന്ന രൺഥംബോർ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്സിലായിരുന്നു യാത്ര. 300 കിലോമീറ്റർ ദൂരം യാത്രയുണ്ട്. 260 രൂപയ്ക്ക് സ്ലീപ്പർ ടിക്കറ്റ് മുൻകൂട്ടി തന്നെ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ട്രെയിൻ യാത്രക്കിടയിൽ തന്നെ ജയ്പൂരിൽ തങ്ങാനുള്ള റൂമും ബുക്ക് ചെയ്തു. രാജസ്ഥാന്റെ തലസ്ഥാന നഗരിയാണ് ജയ്പൂർ. 1876 വിക്ടോറിയ രാജ്ഞിയെയും എഡ്വേർഡ് ഏഴാമൻ രാജാവിനെയും സ്വാഗതം ചെയ്യുന്നതിനുള്ള ആതിഥ്യ മര്യാദയുടെ ഭാഗമായി നഗരം പിങ്ക് തീമിൽ അലങ്കരിക്കുകയുണ്ടായി. ഇന്നും ആ പഴയ നഗരം അതുപോലെ നിലനിൽക്കുന്നുണ്ട്. പിങ്ക് സിറ്റി എന്ന് വിശേഷിപ്പിക്കുന്ന ജയ്പൂർ 2019 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇടം പിടിച്ചു. 30ലേറെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുള്ള ഇന്ത്യയുടെ ഒരു പ്രധാന സാംസ്കാരിക കേന്ദ്രം കൂടിയാണ് ജയ്പൂർ. രാവിലെ 10 മണിക്ക് തന്നെ ഞങ്ങൾ ജയ്പൂർ ജംഗ്ഷനിൽ ഇറങ്ങി. സ്റ്റേഷൻ അടുത്ത് തന്നെയായിരുന്നു ഞങ്ങൾക്ക് തങ്ങാനുള്ള ഹോട്ടൽ. ഞങ്ങൾ റൂമിലെത്തി പെട്ടെന്ന് തന്നെ ഫ്രഷായി പുറത്തിറങ്ങി ഭക്ഷണവും കഴിച്ച് കാഴ്ചകൾ കാണാനിറങ്ങി. ജയ്പൂരിലെ ഞങ്ങളുടെ ആദ്യത്തെ സന്ദർശനം സിറ്റി പാലസിലാണ്. റൂമിനടുത്ത് നിന്നും ഒരു ഓട്ടോ വിളിച്ച് ഞങ്ങൾ സ്ഥലത്തെത്തി. വളരെ തിരക്ക് പിടിച്ച ആ ഒരു റോഡിലിറങ്ങി പാലസിലേക്ക് നടന്നു. ഒരേ സമയം രാജകുടുംബത്തിൻ്റെ സ്വകാര്യ വസതിയായും മ്യൂസിയമായും പ്രവർത്തിക്കുന്ന സിറ്റി പാലസിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഞങ്ങളുടെ രാജസ്ഥാൻ യാത്രകൾ തുടരുകയാണ്.